ജീവിതത്തിൽ ഏത് മേഖലയിലാണെങ്കിലും നമ്മളൊരു പ്രൂവ് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാർ ധാരാളം ആൾക്കാരുണ്ട്. അവരെയൊക്കെ നമ്മൾ മാർക്കറ്റ് കണ്ടെത്താൻ ശ്രമിക്കുക. അതോടൊപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ പറഞ്ഞ പൈസയൊക്കെ നാളെ ഉണ്ടായി വരുമ്പോൾ ഹെൽത്ത്, കാരണം നമുക്ക് പെർഫോമൻസ് കൂട്ടണമെങ്കിൽ, നമ്മുടെ ഒരു പീക്ക് പെർഫോമൻസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഹെൽത്തിൽ സീരിയസ് ആയിട്ടുള്ള സ്റ്റെപ്പ് എടുക്കുന്നവർക്കേ സാധിക്കുള്ളൂ. അല്ലാത്ത ആൾക്കാർക്ക് സാധിക്കത്തില്ല. ഒരു ലെവലിൻ്റെ മുകളിലേക്ക് വളർന്നിരിക്കുന്ന പല ആൾക്കാരെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ വളരെ സീരിയസ് ആയിട്ട്, അതായത് നമ്മുടെ ബോഡി, അല്ലെങ്കിൽ ബോഡി, അതായത് ട്രീറ്റ് യുവർ ബോഡി ലൈക്ക് എ ടെമ്പിൾ എന്ന് പറയും. നമ്മുടെ ഒരു ബോഡിയെ ഒരു ക്ഷേത്രത്തിന് തുല്യം ട്രീറ്റ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ വലിയ സക്സസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സാധാരണ ആവറേജ് ആൾക്കാരൊന്നും ഏറ്റവും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു ഏരിയയാണത്. കാരണം അവർ വണ്ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും, വീടിന് ഇമ്പോർട്ടൻസ് കൊടുക്കും, മറ്റുള്ള എല്ലാ സാധനത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കും. ഹെൽത്തിനാണ് ഏറ്റവും അവർ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത്. ഏറ്റവും ഇമ്പോർട്ടൻസ് എവിടെയാണ്? സൊസൈറ്റി നമ്മൾ പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും, നമ്മുടെ വിശ്വാസം എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. പല ആൾക്കാരും പല കാര്യങ്ങളും നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആരെയും പഠിപ്പിച്ചിട്ടില്ല. നമ്മുടെ ഹെൽത്തിനെക്കുറിച്ച് പഠിപ്പിച്ചിട്ടില്ല, ഫുഡിനെക്കുറിച്ച് പഠിപ്പിച്ചിട്ടില്ല, വെൽത്തിനെക്കുറിച്ച് പഠിപ്പിച്ചിട്ടില്ല, മണിയെക്കുറിച്ച് പഠിപ്പിച്ചിട്ടില്ല. ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല. ജസ്റ്റ് എംപ്ലോയി ആകാനുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം മാത്രം. അതായത് ഫാക്ടറികൾക്കും കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും എംപ്ലോയീസിനെ വേണം. ആ എംപ്ലോയി ആക്കാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷൻ മാത്രമാണ് പലപ്പോഴും എഡ്യൂക്കേഷൻ സിസ്റ്റം തോന്നിപ്പോകും. അതല്ലാതെ നമ്മുടെ ലൈഫിനെ കുറിച്ചോ നമ്മളെ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ കുറേ ലോജിക്സ് പഠിച്ചിട്ടുണ്ട്, മോശമെന്നല്ല അർത്ഥം. കുറേ ലോജിക്ക് നമ്മൾ മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുണ്ട്, കുറേ ലോജിക്കുകൾ പഠിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ ലൈഫിൽ സക്സസ് ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഒത്തിരി കാര്യങ്ങളോട് പഠിക്കേണ്ടി വരും. അല്ല, ജീവിതത്തിൽ വിജയിക്കേണ്ട ഒരാളുടെ പ്രൈം ടൈം എന്ന് പറഞ്ഞാൽ അതിരാവിലെയാണ്. അതിരാവിലെ ടൈം നമ്മൾ ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു, എന്ത് കേൾക്കുന്നു, എന്ത് കാണുന്നു, എന്ത് പഠിക്കുന്നു, എത്ര ചിന്തകൾ, നല്ല ചിന്തകൾ രാവിലെ ദിവസം നമ്മുടെ ഉള്ളിലേക്ക് പോയ ബ്രെയിൻ ഫുഡാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ശരീരത്തിനകത്തേക്ക് കൊടുക്കുന്ന ഫുഡിൻ്റെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ 100 ഇരട്ടി ഇമ്പോർട്ടൻ്റ് ആണ് ബ്രെയിൻ ഫുഡ്. നല്ല ബ്രെയിൻ ഫുഡ് രാവിലെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഒരു ഡേ നന്നാവും, ലൈഫ് നന്നാവും. നമ്മളിവിടെ ജസ്റ്റ് ട്രേഡ് ചെയ്യുക, കുറച്ച് കാശുണ്ടാക്കുക എന്നുള്ള ഒരു ലെവൽ മാത്രമല്ല, ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഈ ലൈഫ് ലീഡ് ചെയ്യാനായിട്ട് പറ്റണം. ഫ്രീഡം എന്ന് പറയുന്ന എല്ലാ ആസ്പെക്റ്റിലും ഫ്രീഡം എന്ന പല ആൾക്കാരും പൈസയ്ക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. പൈസയേക്കാൾ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഫ്രീഡത്തിനാണ്. ഫ്രീഡമാണ് ആവശ്യം. പൈസയുള്ള എത്രയോ ആൾക്കാർ ഹാപ്പിനെസ് ഇല്ലാതെ ജീവിക്കുന്നവരുണ്ട്. പൈസ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. ഫ്രീഡം എന്ന് പറഞ്ഞൊരു അവസ്ഥ പല ആൾക്കാരും നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്തൊരു അവസ്ഥയായിരിക്കും.